ക്യാൻസർ സർവൈവർ എന്ന് പറയാം. എനിക്കിവിടെ തൊണ്ടയിൽ ക്യാൻസർ ആയിരുന്നു. മോഹൻലാൽ എപ്പോഴും പറയാം എൻ്റെ കൈയുടെ പുണ്യമാണ്. എൻ്റെയും ശോഭനയുടെ ഒരു കുറവുണ്ടായിരുന്നു മോഹൻലാലിൻ്റെ പടത്തിന്. തുടരുന്നുള്ള സബ്ജക്റ്റുമായിട്ട് ഏതാണ്ട് 10 കൊല്ലമായിട്ട് നടക്കുകയാണ് രഞ്ജിത്ത്. 7 ഡയറക്ടേഴ്സ് മതി, ഇൻക്ലൂഡിങ് പ്രിയദർശൻ, രഞ്ജിത്ത്, അങ്ങനെ ഒരുപാട് ഗോകുൽദാസ്, മധു, അങ്ങനെ കുറേ പേര് വന്നിട്ട് ഇത് അങ്ങോട്ട് ശരിയാകുന്നില്ല. ലാലിന് ശക്തമായൊരു തിരിച്ചു വരവായിരിക്കും. അപ്പോൾ പുള്ളിയോട് ചോദിച്ചു, അതിന് ഞാൻ എവിടെ പോയി, ഞാൻ ഇപ്പോൾ പൂനെ ഷൂട്ട് ചെയ്യണത്. മോഹൻലാൽ എന്താണ് ചെയ്യാൻ പോകണമെന്ന് മോഹൻലാലിനും അറിയത്തില്ല, ഡയറക്ടർ അറിയത്തില്ല. ഞാൻ ഈ ഷൂട്ടിങ്ങിന് 7 മണിക്ക് റെഡി ആവണമെന്ന് പറഞ്ഞാൽ പലർക്കും വണ്ടി വന്ന് താഴെ നിന്നിട്ട് 9 മണിക്ക് ഇറങ്ങുന്ന ഒരു ടീമുണ്ട്. കാര്യം ഞാനൊക്കെ ഇത് കണ്ട് ഭയങ്കര വിഷമിച്ച് തന്നിട്ടുണ്ടോ, നമുക്കൊന്നും കിട്ടില്ല, ഇവനൊക്കെ വൈറലാണ് എന്ന് പ്രാർത്ഥിക്കുക. ഞാൻ നസീർ സാറിൻ്റെ മുറി കയറിയിട്ട് അതിൽ നിന്ന് ഒരു പിടി വാരിത്തുന്നത്, ഇതൊക്കെ തറയുന്ന പൊടി മണ്ണ് വാരിയിട്ട് ഇളകി വെച്ചിട്ട് അടച്ചിട്ടെങ്കിൽ. അപ്പോൾ ഈ നസീർ സാർ എന്താണെന്നറിയില്ല, ഇതിനകത്ത് ഭയങ്കരമായിട്ട് മണ്ണ് മേടിക്കുന്നു എന്ന് പറയും. സൂപ്പർ സ്റ്റാർസിന് അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ, ഇവർ ഒരു 1, 2, 3, 4 പടങ്ങൾ മോശമായാലും കുഴപ്പമില്ല. ഒരു പടം ഹിറ്റ് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹാങ് ഓവറിൽ അവരൊരു 3 വർഷം. സിൽവർ സ്ക്രീനിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള ആക്ടറും പ്രൊഡ്യൂസറുമായ മണിയംപിള്ള രാജു സാറാണ്. വെൽക്കം സർ. നമസ്കാരം. ആദ്യമേ തന്നെ നമ്മൾ ഈ അടുത്തിടെയാണ് അറിയുന്നത് സാറിൻ്റെ ആരോഗ്യ വിവരത്തെ പറ്റിയിട്ട്. എങ്ങനെയുണ്ട് സാറിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യം എന്ന് പറയുന്നത്? ഇപ്പോൾ ആരോഗ്യമല്ലോ ഓക്കെ. എനിക്ക് കഴിഞ്ഞ വർഷം ഒക്ടോബറൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. ക്യാൻസർ ആയിരുന്നു, ക്യാൻസർ സർവൈവർ എന്ന് പറയാം. എനിക്കിവിടെ തൊണ്ടയിൽ ആയിരുന്നു. 30 റേഡിയേഷനും 5 കീമോയും. അത് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം റെഡിയായി. ഇപ്പോൾ റെഡിയായി, ഫിറ്റായി. അതിന് ഇടയ്ക്ക് 2-3 പടങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഈ മാസം തൊട്ട് പടങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സാർ എന്തായാലും പൂർണ്ണ ആരോഗ്യവാനാണ്. ആരോഗ്യമാണ്. ഓക്കെ, എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുമായിരുന്നു, എനിക്ക് പറഞ്ഞപ്പോഴാണ് ഞാൻ പോലും അങ്ങനെ ഒരു കാര്യം ഓർത്തത്. ചിലർ പറയും ഇതൊന്ന് വെളിയിൽ പറയരുത്, എന്ത് കാര്യം, നമുക്കൊരു അസുഖം വന്നാൽ പറയണ്ടേ, അത് എന്തുകൊണ്ട് അങ്ങനെ ഇത് ക്ഷീണിച്ചു എന്നൊക്കെ ഉള്ള കാര്യം പറയണമല്ലോ. ഇടയ്ക്ക് ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. എനിക്ക് 82 കിലോ ഉണ്ടായിരുന്നു. അസുഖം കഴിഞ്ഞപ്പോഴത്തേക്കും 16 കിലോ കുറഞ്ഞു. അപ്പം 66. ഇപ്പോൾ അതുകൊണ്ട് 69-അടുത്തെത്തി. ഒരു 72 ആക്കണം. അതാണ് ഒരു മീഡിയം ആവശ്യമുള്ളത് എൻ്റെ ഹൈറ്റിന്. എല്ലായിടത്തും സാർ ഒരുപോലെയാണ് പെരുമാറുന്നത്. കൗണ്ടറാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്കൊരു കാര്യമുണ്ട്, ഞാനിവിടെ ഒരു എന്താ പറയുക, അത് ഒരു പക്ഷേ ദുശീലമായിരിക്കാം, കാര്യങ്ങളുണ്ടായിരിക്കാം. ഒരു വെപ്രാളത്തിൻ്റെ ആളാണ് ഞാൻ, ഒരു സ്പീഡിൻ്റെ ആളാണ് ഞാൻ. ഈ ഷൂട്ടിങ്ങിന് 7 മണിക്ക് റെഡി ആവണമെന്ന് പറഞ്ഞാൽ പലർക്കും വണ്ടി വന്ന് താഴെ നിന്നിട്ട് 9 മണിക്ക് ഇറങ്ങുന്ന ഒരു ടീമുണ്ട്. നമ്മളൊക്കെ പഴയ ഒരു ജനറേഷൻ വരുന്നതാണ്. രാവിലെ 7 മണിക്ക് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ 6 മണിക്ക് കുളിച്ച് ഡ്രസ്സ് ചെയ്ത് വണ്ടി വന്നാലും വന്നില്ലെങ്കിൽ റിസപ്ഷനിൽ വെയിറ്റിംഗ് ആണ്. എന്നിട്ട് അങ്ങോട്ട് വിളിക്കുന്നത് 7 മണിക്ക് 5 മിനിറ്റുള്ളൂ, ഇതൊരു വണ്ടി വന്നില്ലല്ലോ എന്ന് പറയും. അതാണ് നമ്മുടെ ഇതിനകത്തുള്ള ഡെഡിക്കേഷൻ. അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചുള്ള ഒരു പ്രാന്താണ്, ഒരു പാഷനാണ് സിനിമ എന്നുള്ളത്. അഭിനയം പോലെയാണ് പ്രൊഡക്ഷൻ. ഷൂട്ടിംഗ് വെളുപ്പിന് 6 മണി വരെ ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഒന്നും വരത്തില്ല. അല്ലെങ്കിൽ രാത്രി 9 മണിക്ക് പോകും. ചിലപ്പോൾ 2 അടിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവരായിരിക്കും, അങ്ങ് പോകും. ഞാൻ ഈ 6 മണി വരെ എല്ലാവരും പോകുന്നവരെ നിൽക്കും. യൂണിറ്റ് വണ്ടി വരുന്നതിനേക്കാളും ആദ്യം ഞാൻ വരും. പിന്നെ ഞാൻ എപ്പോഴും സ്ഥിരം പറയാറുള്ളതാണ്, എൻ്റെ യൂണിറ്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അഭിമാനം പറഞ്ഞിട്ട് സിനിമ വന്നിട്ട് ഇതെൻ്റെ 50-ാം വർഷം. 1975 ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ മോഹിനിയാട്ടത്തിലൂടെയാണ് വന്നത്. ഇപ്പം 2025, അപ്പോൾ 50 വർഷമായി. അപ്പോൾ ഈ പറയുന്ന മാതിരി ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും മലയാളത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുന്നത് ഞാനാണ്. അത് കേട്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റിലൊരു നായകൻ ഓറഞ്ച് ജ്യൂസ് 11 മണിക്ക് കുടിക്കുമെങ്കിൽ അത് വളരെ മസ്റ്റാണ്. എൻ്റെ സെറ്റിൽ എല്ലാവരും കഴിക്കണം, യൂണിറ്റുകാർക്ക്. അല്ലാതെ യൂണിറ്റുകാർക്ക് മുമ്പേയും പ്രൊഡക്ഷൻ്റെ ആൾക്കാർ മുമ്പ് കട വഴി വിടുന്നൊക്കെ പറഞ്ഞ് നായിക മാത്രം ജ്യൂസ് കൊടുക്കില്ല. ആ പരിപാടിയില്ല, ഉണ്ട്, എല്ലാവർക്കും കൊടുക്കണം. കാര്യം ഞാനൊക്കെ ഇത് കണ്ട് ഭയങ്കര വിഷമിച്ച് തന്നിട്ടുണ്ടോ, നമുക്കൊന്നും കിട്ടില്ല, ഇവനൊക്കെ വൈറലാണ് എന്ന് പ്രാർത്ഥിക്കുക. സാർ ഇപ്പം നേരത്തെ പറഞ്ഞൊരു കാര്യം, പ്രൊഡക്ഷനിൽ സാറിൻ്റെ പ്രൊഡക്ഷൻ എല്ലാവർക്കും ഒരുപോലത്തെ ഫുഡാണെന്നുള്ളത്. അത് സാർ എന്തുകൊണ്ടാണ്, മീൻസ് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും സാർ അത് ചെയ്തത്? അതിലെന്തെങ്കിലും സാറിന് ഒരു പ്രത്യേക താല്പര്യം? ഞാൻ 75-76 കാലഘട്ടങ്ങളിൽ അഭിനയിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഈ ഫുഡിൻ്റെ കാര്യം എന്താ പറയുക, ഫുഡിൽ കൊതിയുള്ള ആളാണ്. എവിടെ നല്ല ഫുഡ് കിട്ടും, ഏത് രാജ്യത്ത് പോലും ഞാൻ ആ ഫുഡ് അന്വേഷിച്ച് പോയി കഴിക്കും. അങ്ങനെയൊക്കെ കൊതിയുള്ള ആളാണ്. അങ്ങനെയുള്ള ഞാൻ അങ്ങ് അഭിനയിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ഈ സെറ്റിൽ ഹീറോസ്, നസീർ സാർ, ജയൻ, അങ്ങനെയൊക്കെ ഉള്ളവർക്കെല്ലാം നല്ല ഉച്ചയ്ക്ക് ഫിഷ് ഫ്രൈ, മട്ടൻ, അതെല്ലാം പോകും. അതിൻ്റെ എന്നെ പോലെയുള്ള എൻ്റെ തൊട്ട് താഴെയുള്ള ആൾക്കാർക്കൊക്കെ വന്നിട്ട് ബീഫിൻ്റെ എന്തെങ്കിലും ഒരു കറി അല്ലെങ്കിൽ ഒരു മത്തിക്കറിയാണ്. എനിക്കതൊക്കെ സങ്കടം വരുന്നത് ഈ ലൈറ്റ് ബോയ്സൊക്കെ ആയിരിക്കുമല്ലോ, അവർക്ക് 2 പൊതി, ഒന്നിൽ സാമ്പാർ സാധനം, ഒന്നിൽ തൈര് സാധനം, അല്ലെങ്കിൽ പുളിയോദരി എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ ടൊമാറ്റോ റൈസ്. ഇവർ മാറി ഇരുന്ന് ഈ
പിച്ചക്കാരി കഴിക്കുമ്പോൾ എനിക്ക് സങ്കടം വരും. ഞാൻ എന്ന് വിചാരിച്ചു എന്തെങ്കിലും ജീവിതത്തിൽ സിനിമ എടുക്കണമെങ്കിൽ ആ ഹീറോ കഴിക്കുന്ന ഫുഡ് അവർ കൊടുക്കണം. അതുകൊണ്ടൊന്നുമില്ല, ഒരു 10 ലക്ഷം രൂപയുടെ ഡിഫറൻസ് വരുമായിരിക്കും, പക്ഷേ എന്ത് സന്തോഷമായിട്ടായിരിക്കും അവർ വീട്ടിൽ പോകുന്നത്. വളരെ സന്തോഷമായിട്ട് വീട്ടിൽ പോകും. ഞാൻ ഒരിക്കൽ പറയാമായിരുന്നു, സേലത്ത് മോഡേൺ തിയേറ്റേഴ്സിൽ നസീർ സാറായിട്ട് സീമന്തപുത്രനൊക്കെ അഭിനയിക്കുമ്പം ഇടിക്കോഴി എന്ന സാധനമാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇടിക്കോഴി എന്ന് വെച്ചാൽ കോഴി അങ്ങനെ സേലത്തുള്ളൊരു പ്രിപ്പറേഷനാണ്, ഇടിച്ച് ചതച്ചിട്ട് കുരുമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ സാധനം. അതിങ്ങനെ ഒരു ബേസിൽ നമ്മുടെ മൂക്കിൻ്റെ അടുത്തോടെ പോകുമ്പോൾ നമ്മൾ നമ്മൾ മണം പിടിക്കും, പക്ഷെ നമുക്ക് കിട്ടില്ല. അത് നസീർ സാറ്, ബാസി സാറ്, ബഹദൂർ സാർ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം ഗോപാലകൃഷ്ണൻ എന്നല്ല, അയാൾ മരിച്ചുപോയി, വർക്കലുള്ള അയാൾ. ഞങ്ങൾ ഒരു പരിപാടിയുണ്ട്, ഷോട്ടിൻ്റെ സമയത്ത് 12:30 പതുക്കെ ഇറങ്ങി വന്നിട്ട് ഞാൻ നസീർ സാറിൻ്റെ മുറി കയറിയിട്ട് അതിൽ നിന്ന് ഒരു പിടി വാരി തിന്ന് എനിക്ക് തറയിൽ നിന്ന് പൊടി മണ്ണ് വാരിയിട്ട് ഇളകി വെച്ചിട്ട് അടച്ചിട്ടങ്ങ് പോയി. അന്ന് ഉച്ചയ്ക്ക് ഗോപാലകൃഷ്ണൻ പേടിച്ചാണ് കഴിച്ചത്. അപ്പോൾ നസീർ സാർ എന്താണെന്നറിയില്ല, ഇതിനകത്ത് ഭയങ്കരമായിട്ട് മണ്ണ് കടിക്കുന്നു എന്ന് പറയും. അപ്പോൾ കഴിക്കാത്ത ബഹദൂർ സാറും മറ്റവരും ഒക്കെ വരുന്നുണ്ട്, പറയുന്നുണ്ട് ശരിയാണ് ഭയങ്കര മണ്ണ്, അവരാരും കഴിച്ചില്ല അന്ന്. അന്നത്തെ അവിടെ പ്രൊഡക്ഷനിലും മെസ്സിൽ കുക്കിനെ വഴക്ക് പറയുന്നു, അത് ഇത് നസീർ സാറിൻ്റെ അല്ലേ. ഞാനിത് പിൽക്കാലത്ത് നസീർ സാറിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഫുഡിൻ്റെ ഞാൻ പറഞ്ഞു, അവിടെ ഇങ്ങനെ ഒരു ഫുഡ് തരുന്ന കാര്യം പറഞ്ഞപ്പം നസീർ സാർ പറഞ്ഞു, എന്താ ഞാൻ സാർ, ഞാൻ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ച് പാസ്സായി വന്നുകൊണ്ട് പറയല്ല, ഈ ഫുഡ് കഴിക്കണം. ഞാൻ വരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്, അവിടെ 3-4 കല്യാണം ഉണ്ടാകും അന്ന്. ഒരു തരക്കേടില്ലാത്ത ഉടുപ്പുണ്ടെങ്കിൽ എന്നും സദ്യ കൊണ്ട് ജീവിക്കാവുന്നൊരു സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് നമ്മുടെ അഭിനയത്തിൻ്റെ ഉള്ളൊരു പാഷനും ജീവിത അഭിലാഷമാണ്, എങ്ങനെയും കഷ്ടപ്പെട്ട് ഇതിനകത്ത് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് തന്നാലും കഴിയും. പക്ഷേ ഇത് എൻ്റെ ഒരു സമരമായിരുന്നു. ഞാൻ മണ്ണ് വാരിയിട്ട് ഞാനാണ് ശ്രമിക്കില്ലെന്ന് പറയുന്നത്. സാർ കെട്ടിപ്പിടിച്ച് സൂക്ഷിക്കണമല്ലോ നിങ്ങളെയൊക്കെ എന്നൊക്കെ പറഞ്ഞു പുള്ളി. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫുഡൊക്കെ എപ്പോഴും നല്ലതേ കൊടുക്കത്തുള്ളൂ. പക്ഷെ ഇപ്പോഴും ഈ ചില രംഗങ്ങളിൽ ഫുഡ് വളരെ മോശമായിട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ലാഭം പിടിക്കാൻ നോക്കുന്ന പ്രൊഡക്ഷൻ കമ്പനികളുണ്ട്. ഇപ്പോൾ ഒരു സീരിയൽ രംഗത്ത് ഈ പറഞ്ഞ മാതിരി ഫുഡ് സിനിമ വരെ കൊടുക്കാൻ പറ്റിയെന്നുള്ളൂ. കാര്യം അവരുടെ ബഡ്ജറ്റ് ലോ ആണ്. എന്താ പറയുക, ചാനലിൽ നിന്നൊക്കെ കൊടുക്കുന്ന പൈസ തുച്ഛമാണ്. അവർക്ക് എന്നാൽ കൂടുതൽ പൈസ കിട്ടുന്നത് സീരിയലിൽ നിന്നാണ്. വലിയ വലിയ ഷോകൾ നടത്തുന്നതിനേക്കാളും അവർക്ക് ലാഭം സീരിയലുകളാണ്. പക്ഷേ സീരിയലിൻ്റെ പ്രൊഡ്യൂസേഴ്സിന് കിട്ടുന്ന തുച്ഛമായ പൈസയായിരിക്കും. അപ്പോൾ അവർ ആ ബഡ്ജറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്കിപ്പോൾ സീരിയലൊക്കെ അഭിനയിച്ചിട്ടൊക്കെ 10 വർഷത്തിന് മുകളിലായി. ഇപ്പോൾ സാറിൻ്റെ ലേറ്റസ്റ്റ് വിശേഷം എന്ന് പറയുന്നത് തുടരും മൂവിയാണ്. എഗെയിൻ ലാലേട്ടൻ സാറിൻ്റെ ഒക്കെ ഒരു കോംബോ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുള്ള ഒരു മൂവിയാണ്. പോരാത്തതിന് മൂവി നല്ല രീതിയിൽ അമ്പിച്ച വിജയത്തോടുകൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു മൂവിയുടെ വിശേഷം പറയാമോ, സെറ്റിലെ വിശേഷങ്ങൾ? തുടരും എന്നുള്ള സിനിമ ഈ പറഞ്ഞ മാതിരി മലയാളത്തിലെ അതിൻ്റെ ഒരു റിലീസിന് ഒരാഴ്ച മുമ്പ് ശ്രീപത്മനാഭ സമക്ഷത്തിൽ ഞാൻ ചിപ്പിയെ കണ്ടു, രഞ്ജിത്തിൻ്റെ വൈഫ് പ്രൊഡ്യൂസർ. നമ്മൾ ചിപ്പി പടം ഇറങ്ങാൻ ഒരാഴ്ചയുണ്ട്. ഞാനൊരു കാര്യം നിങ്ങളത് പറയാം, എൻ്റെ ഒരു പ്രഡിക്ഷൻ. എന്താണ് ചേട്ടാ, നമ്മളൊന്നുമില്ല, ഈ പടത്തോടെ ഈ രഞ്ജിത്ത് മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസറാവും. പിന്നൊന്ന് അതിൻ്റെ ഡയറക്ടർ 1ാം നിരയിലെത്തും. അതുപോലെ തന്നെ റിലീസിൻ്റെ രാവിലെ ഞാൻ തരുൺ മൂർത്തിക്ക് ഒരു മെസ്സേജ് അയച്ചു, ഇന്ന് തുടരും റിലീസാവുകയാണ് രാവിലെ 10:30 വർഷം. ഞാൻ 8 മണിക്കെന്തോ അയക്കുന്ന മെസ്സേജാണ്. ഈ പടം മലയാളത്തിലൊരു സംഭവമായ പടമായിരിക്കും. പിന്നെ നിങ്ങൾ ഡയറക്ഷൻ നിരയിൽ 1ാം നിരയിലെത്തും, 1ാമനാകുന്നത്. അത് താങ്ക് യു ചേട്ടാന്ന് പറഞ്ഞു. പടം കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, രാജു ചേട്ടൻ്റെ ആ ഒരു പ്രഡിക്ഷൻ കറക്റ്റാണ്. ഞാൻ ഈ പടത്തിലേക്ക് എങ്ങനെ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റുമായിട്ട്, തുടരുന്നുള്ള സബ്ജക്റ്റുമായിട്ട് ഏതാണ്ട് 10 കൊല്ലമായിട്ട് നടക്കുകയാണ് രഞ്ജിത്ത്. ഓരോ കറക്ഷൻ പറയും, ഓരോ കാര്യങ്ങൾ പറയും. 7 ഡയറക്ടേഴ്സ് മാറി, ഇൻക്ലൂഡിങ് പ്രിയദർശൻ, രഞ്ജിത്ത്, അങ്ങനെ ഒരുപാട്, ഗോകുൽദാസ്, മധു, അങ്ങനെ കുറേ പേര് വന്നിട്ട് ഇത് അങ്ങോട്ട് ശരിയാകുന്നില്ല. പക്ഷേ രഞ്ജിത്ത് ഈ ദൗത്യം ഉപേക്ഷിക്കാതെ നിന്ന് അവസാനം തരുൺ മൂർത്തിയായിട്ട് ചേർന്നപ്പോൾ ആ കോംബോ വർക്കൗട്ടായി. അങ്ങേൻ്റെ സജഷൻ കൂടെ ഒന്ന് സ്ക്രിപ്റ്റ് പക്കയായി. അങ്ങനെയാണ് ഷൂട്ടിംഗ് തുടങ്ങുന്ന സംഭവം. അപ്പോൾ എൻ്റെ പേര് അതിനകത്ത് സജസ്റ്റ് ചെയ്തത്, തരുൺ മൂർത്തി സജസ്റ്റ് ചെയ്തത് രഞ്ജിത്താണ്. അപ്പോൾ പുള്ളി വേറെ ആരുടെ പേരൊന്നുമല്ല, ഇങ്ങനെ ഡിഫറൻറ്റ് കരച്ചിലുണ്ട്, ഇതുണ്ട്. പിന്നെ പുള്ളി ആശാൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ തോന്നണമെങ്കിൽ അത് മിനിമം ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു മേക്കപ്പ് ഒക്കെ ഇട്ട് ചെന്നപ്പോഴത്തേക്കും ഡയറക്ടർ ഹാപ്പിയല്ല. ഡയറക്ടർ ഇത് ശരിയായില്ല, എൻ്റെ മനസ്സിൻ്റെ കുട്ടിച്ചനായില്ല, രാജേട്ടൻ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ നിങ്ങൾക്കൊരു ഡിഫറെൻറ്റ് ലുക്ക് വേണമല്ലേ. ഇതുവരെ ഞാൻ അഭിനയിച്ച ഇപ്പം 49 വർഷം കഴിഞ്ഞ മെയ്യിലൊക്കെയാണ് എൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്കൊരു അരമണിക്കൂർ സമയം തരാമോ. അതിന് മുമ്പ് തന്നെ ഞാൻ രാവിലെ സ്ക്രിപ്റ്റ് വായിച്ചു. ഡയറക്ടർക്ക് ഉച്ചയ്ക്ക് സ്ക്രിപ്റ്റ് മുഴുവൻ, അന്ന് ഷൂട്ടിങ്ങില്ലായിരുന്നു എനിക്ക്, ഞാൻ വായിച്ചിട്ട് നൈറ്റ് ഷൂട്ടിങ്ങേ ഉള്ളൂ, കൊടുത്തു. ഞാൻ പറഞ്ഞു ഇത് ഉഗ്രം സ്ക്രിപ്റ്റാണ്, ഈ പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ്. എന്നിട്ടാണ് വൈകുന്നേരം ചെന്നപ്പോഴത്തേക്ക് ഇത് ശരിയല്ലല്ലോ. ഞാൻ പറഞ്ഞു അരമണിക്കൂർ തരാൻ പറഞ്ഞു. ഭാഗ്യത്തിന് ബട്ടൺ റഷീദാണ് മേക്കപ്പ്. ഞാൻ മുറി ചെന്നിട്ട് പൊടിക്രാപ്പ് പഠിക്കാൻ പറയും. അപ്പോൾ തന്നെ വിഷയം വെച്ച് ഫുൾ പൊടിക്രാപ്പ് പഠിച്ച്
താടി ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് നരയുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പുറത്ത് വൈറ്റ് കിട്ടും എല്ലാം ഇട്ടപ്പോഴത്തേക്കും ചെന്നപ്പോഴത്തേക്കും ഡയറക്ടർ കൈയടിച്ചു, സെറ്റിലുള്ള എല്ലാവരും കൈയടിച്ചു. ഇതൊരു ഡിഫറെൻറ്റ് ലുക്കാണ്, ഇപ്പം ഞങ്ങളുടെ കുട്ടിച്ചനായി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ അതിൽ തുടരും എന്നുള്ള സിനിമയിലെ എൻ്റെ തുടക്കം. സാറാണ് സാറിന് അതിൽ സ്റ്റൈൽ ചെയ്തത് എന്ന് പറയാൻ പറ്റില്ല. ഡയറക്ടർ എല്ലാം ഓക്കെ വയ്ക്കുന്ന ഒരാളാണെങ്കിൽ ചേട്ടാ നന്നായി കേട്ടാ, ഇവിടുത്തെ നരം മാത്രം കുറച്ച് കൂടുതൽ ഇട്ടാതെന്ന് പറയുന്നത് അതല്ല. എൻ്റെ ക്യാരക്ടറായില്ല, കുട്ടിച്ചനായില്ല, അതിന് ചേട്ടൻ എന്ത് ചെയ്യാൻ പറ്റും? അല്ലാതെ അങ്ങേര് മുടി വെട്ടണമെന്നൊന്നും നിർബന്ധിച്ചില്ല. ചില വേറെ പടത്തിൻ്റെ കണ്ടിന്യൂറ്റി ചില ആക്ടേഴ്സിന് ബുദ്ധിമുട്ടായിരിക്കും മുടി വെട്ടാനും മീശ എടുക്കാനൊക്കെ. ഞാൻ ചെയ്തൊന്നും ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ കോസ്റ്റ്യൂമിലാണ് നമുക്ക് അന്ന് നൈറ്റിലാണ് എൻ്റെ ഫസ്റ്റ് സീൻ എടുക്കുന്ന സംഭവം. പിന്നെ അവിടെ നിന്ന് പിന്നെ ഈ 5-6 പ്രാവശ്യം പോയിട്ടിരുന്നു. കാര്യം ഈ പടം 70 ദിവസമാണ് പ്ലാൻ ചെയ്യെങ്കിൽ 100 ദിവസം ഷൂട്ട് ചെയ്ത പടമാണ്. ഒരുപാട് നൈറ്റുകൾ. എനിക്ക് നൈറ്റ് ഉറക്കം കഴിയാനും പാടാണ്. ആ സമയത്ത് ഇങ്ങനെ 4-5 ലോറിയിൽ ഇങ്ങനെ മറ്റേ റെയിൻ മഴ. എൻ്റെ ആ ഇൻസ്പെക്ടറായിട്ടുള്ള സീൻ എടുക്കുന്നത് വെളുപ്പിന് 5:45 ലൈറ്റ് വന്നപ്പോൾ നിർത്തിയതാണ്. അയ്യോ ഇനി എടുക്കാൻ പറ്റില്ല, സൺലൈറ്റ് വന്നു എന്ന് പറയും. ഫുൾ നൈറ്റാണ്. അപ്പോഴൊക്കെ എനിക്കിങ്ങനെ ചെവി വേദനയുണ്ട്. എനിക്ക് ചെവിക്ക് അത് ആണി അടിച്ചാൽ ഒരു വേദന, ഈ സൈഡിലൊരു റേഡിയേഷൻ മാതിരി. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെവി വേദന വരുമ്പോൾ പല ENT ഡോക്ടേഴ്സിനും കാണുന്നുണ്ട്. 12 പേരെ കണ്ടു. കണ്ടപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇങ്ങനെ മരുന്ന് ഒഴിക്കണം, അതാണ് ഇതാണെന്ന് ഇതിനൊന്നും ട്രേസ് ചെയ്യാൻ പറ്റിയില്ല ആർക്കും. അങ്ങനെ ഡോക്ടർ കനകരാജുണ്ട് കൊല്ലത്ത്, കൊട്ടിയത്ത്. അങ്ങനെ അവിടെ ഞാൻ അദ്ദേഹത്തിന് പോയി കൊണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു, എക്സ്റേ ഒക്കെ എടുത്തു. അപ്പോൾ ഇവിടെ ഞരമ്പ് ഇങ്ങനെ വല്ലാതിരിക്കുന്നുണ്ട്, സി എ ഡെൻറ്റിസ്റ്റ്. ഞാൻ എണീക്കാൻ നേരത്ത് പക്ഷേ ചെവി വേദന ഉണ്ടല്ലോ, ഇറ്റ്സ് എ ബാഡ് സൈൻ. അത് ഞാൻ അതോടെ പേടിച്ചു പോയി. അങ്ങനെ ഡെൻറ്റിസ്റ്റിനെ കണ്ടപ്പോൾ ശരിയാണ്, ഇവിടെ ഒരു ഞരമ്പ് പല്ല്. അപ്പോൾ ഞാനൊരു 35 വർഷം മുമ്പ് ഇവിടെ 2 പല്ല് സ്റ്റീൽ പല്ല് വെച്ചിരുന്നു. അന്ന് സിറാമിക് ഒന്നും തുടങ്ങിയിട്ടില്ല. അങ്ങനെ ആ 2 പല്ല് മാറ്റി സിറാമിക് പല്ല് വെച്ചപ്പോൾ ഹാപ്പി. പിറ്റേന്ന് വൈകുന്നേരം വീണ്ടും തുടങ്ങി വേദന. അങ്ങനെ ഇവിടെ വന്നിട്ട് MRI എനിക്ക് പേടിയാണ്. എനിക്ക് ഒരു ക്ലോസ്ട്രോഫോബിയ ഉള്ളതാണ്. ലിഫ്റ്റ് സ്റ്റക്കായ ഞാൻ വിറയ്ക്കും. ഒരു ഇടുങ്ങിയ മുറിയൊക്കെ അന്നും ഇന്നും ഇരുട്ട് ഇതൊക്കെ പേടിയുള്ള ആളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്ത് പറ്റി. അങ്ങനെ ചെറിയതായിട്ട് സെഡേഷൻ തന്നെ അവർ നോക്കിയപ്പോൾ അതിൽ കണ്ടു ഇവിടെ ഇങ്ങനെയുണ്ട്. ആരംഭത്തിലേ കണ്ടതുകൊണ്ട് ഭാഗ്യം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വളർച്ച എന്ന് വെച്ചാൽ ഭയങ്കരമാണ്, പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുമല്ലോ ശരീരത്തിൽ. അപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ട് പിറ്റേന്ന് തൊട്ട് തന്നെ പിറ്റേന്ന് ഇവിടെ ഒരു 20 സ്റ്റിച്ചുകളുണ്ട്. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് എടുത്തു. റേഡിയേഷൻ തുടങ്ങി, ഈ പറഞ്ഞ ഒരു 30 റേഡിയേഷൻ, പിന്നെ 5 കീമോ ഒക്കെ ചെയ്തു. ട്രിവാൻഡ്രം കിംസിലാണ് ചെയ്തത്. എല്ലാം പക്കയായി പെർഫെക്റ്റ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ മാതിരി ഡെയിലി ഗുളിക മരുന്നൊന്നുമില്ല. ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ വേറെ മരുന്നില്ല. പിന്നെ നമ്മൾ മര്യാദയ്ക്ക് ജീവിക്കുക, കാര്യങ്ങൾ അത്യാവശ്യം എക്സർസൈസ് ചെയ്യണം. കുറേ നാളൊക്കെ എനിക്ക് ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ആദ്യം കഞ്ഞിവെള്ളമായി, പിന്നെ കഞ്ഞിയിൽ ചെറുതായിട്ടിട്ട് കഞ്ഞി മിക്സ് ചെയ്തടിച്ചു, പിന്നെ കഞ്ഞി കുടിച്ചു. ഇതിനൊരു മെറ്റമോർഫസിസ് ഉണ്ടായിരുന്നു, മുട്ടയിൽ നിന്ന് ശലഭാഗം വരെ. അങ്ങനെ ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമേ ഉള്ളൂ എരിവൊക്കെ കഴിച്ചു തുടങ്ങിയിട്ട്. അല്ലെങ്കിൽ ആക്കിൻ്റെ ഇവിടെ എരിവുള്ളതുണ്ടെന്ന് കഴിഞ്ഞാൽ ഭയങ്കര നീറ്റലും പോച്ചലും ആയിരിക്കും. അപ്പം ലാലേട്ടൻ, ശോഭന മാം, സാറിൻ്റെ കോംബോ ഒക്കെ ഞാൻ മോഹൻലാലുമായിട്ട് ഞാൻ ഞങ്ങൾ എത്ര വർഷത്തെ പരിചയമാണ്? 55 വർഷം, അത്രയും സുഹൃത്ത് ബന്ധമുള്ളതല്ലേ. ഞങ്ങൾ തമ്മിലൊരു പടം അഭിനയിച്ചിട്ട് കുറേ നാളായി. അതായത് അപ്പോൾ ശോഭനയും 19 വർഷമായി. ഞാനും അറബി ഒട്ടവും കഴിഞ്ഞിട്ട് അഭിനയിക്കുന്ന പടമാണ് മോഹൻലാലുമായിട്ട്. ഒരുപാട് ഹിറ്റുകൾ മോഹൻലാൽ ശോഭന ഉണ്ടാക്കിയിട്ടുണ്ട്. അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ മുറിയിൽ നിങ്ങൾ ഷീൽഡ് നോക്കിയാൽ 100 ദിവസം 200 ദിവസം ഓടിയ മോഹൻലാൽ പടങ്ങളിൽ 50-55 പടം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെയും ശോഭനയുടെയും ഒരു കുറവുണ്ടായിരുന്നു മോഹൻലാലിൻ്റെ പടത്തിന്. ഈ പടത്തിന് വന്നപ്പം ജനം കാണിച്ചു കൊടുക്കുകയാണ്. തുടർന്ന് സിനിമ ഉണ്ടല്ലോ, ശോഭനയും മണിയമ്പിള്ള രാജുവപ്പം കോമ്പിനേഷൻ മാറി അതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ മനസ്സിലായി. ഇതൊക്കെ ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് ശ്രദ്ധിക്കേണ്ടതല്ലേ? ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും. ഇവർ എവിടെയായിരുന്നു ഇത്രയും നാൾ? ഇവർക്ക് എന്നെ ഇട്ട് മുടി വെട്ടിയൊക്കെ ഇറങ്ങിക്കൂടായിരുന്നു. കഷ്ടം. എനിക്ക് അവരെ കാലത്ത് ഭയങ്കര സങ്കടം ആ പ്രൊഡ്യൂസേഴ്സ്. ഇനിയും സ്വാഗതം ചെയ്യുന്നു അവർ വന്നാൽ ഞാൻ അഭിനയിക്കുന്നുണ്ട്. കോംബോ ഹിറ്റായ അവർ വിളിച്ചേ പറ്റുള്ളൂ. സംഭവം എങ്ങനെ മലയാളത്തെ കുറേ കോമ്പിനേഷൻ ഇല്ല. പഴയ ഇന്ത്യൻ സിനിമ എടുത്താലും കോമ്പിനേഷൻ അല്ല. പിന്നെ ഒരു മോഹൻലാൽ ഞാനായിട്ട് ഈ 55 സിനിമകളിൽ അഭിനയിച്ചതിൽ 55 സിനിമ ചെയ്തിട്ടുണ്ടോ? 55-58 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു 1-2 പടം ഒഴിച്ച് മുഴുവൻ 100 days ആണ്. ഇപ്പോൾ 100 days ഇല്ലല്ലോ. കാര്യം അന്ന് തിയേറ്റേഴ്സിൻ്റെ എണ്ണം കുറവായിരുന്നു. പിന്നെ BC എന്നൊക്കെ പറഞ്ഞു പോകും. ആദ്യം 14 കേന്ദ്രങ്ങൾ റിലീസ് എന്നൊക്കെ പറയല്ലേ. അപ്പം അത് മാറി. ഇപ്പം ഒറ്റയടിക്ക് 400 ലോകം മുഴുവൻ റിലീസ് ചെയ്യും. OTT പൈസ മറ്റേത് മറിച്ച് എല്ലാം കിട്ടും സംഭവം. ഞാനൊക്കെ സൂപ്പർ ഹിറ്റ് എടുക്കുന്ന സമയത്ത് ഓട്ടോയ്ക്കൊക്കെ ബാൽക്കണിക്കൊക്കെ 2000 രൂപയാണ്. ഇപ്പോഴാണ് 400, 600, 800 രൂപയായത്. വെള്ളാനെണ്ണം എടുക്കുമ്പോഴും 1.25 രൂപ 1,000 രൂപയാണ് ബാൽക്കണി. അപ്പോൾ അന്ന് തുച്ഛമായ കാശാണ്. കുറ്റം പറയല്ല, കാലം മാറുന്നതനുസരിച്ച് അതനുസരിച്ച് ആർട്ടിസ്റ്റിൻ്റെ ടെക്നീഷ്യൻസിൻ്റെ ഒക്കെ പൈസ വളരെ കൂടിയിട്ടുണ്ട്. അവരുടെ മാർക്കറ്റ് കൂടുമ്പോൾ.
ഈ ഒരു പടത്തോടു കൂടി ആൾക്കാർ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ലാലേട്ടനെ കണ്ടു, പഴയ ലാലേട്ടൻ്റെ തിരിച്ചു വരവെന്നുള്ള രീതിയിലാണ് പറയുന്നത്. എല്ലാവരും ആ ഒരു രീതിയിലാണ് തുടരും ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. സാറിന് എന്താണ് പറയാനുള്ളത്? സാർ ഞാൻ മോഹൻലാലിൻ്റെ ഞങ്ങൾ ദിവസം വിളിക്കുന്നവരും തമാശ പറയുന്നവരൊക്കെ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം വിളിച്ചു. ഞാൻ പറഞ്ഞു ഈ പടം ലാലിൻ്റെ റിലീസിന് മുമ്പ് ലാലിൻ്റെ ശക്തമായൊരു തിരിച്ചു വരവായിരിക്കും. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, അതിന് ഞാൻ ഇവിടെ പോയി, ഞാൻ ഇപ്പോൾ പൂനെ ഷൂട്ട് ചെയ്യണത് തിരുവനന്തപുരം പടം. ആ കാര്യം പോലെ തമാശയ്ക്ക് എടുക്കുന്നതാണ് സംഭവം. എന്തായാലും ലാലിൻ്റെ തിരിച്ചു വരവെന്ന് പറയുന്നതിനെക്കുറിച്ച് എനിക്ക് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ഒത്തുവരിക എന്നുള്ള സംഭവത്തിൻ്റെ സബ്ജക്റ്റ് കിട്ടുക പുള്ളിക്ക് ഒരു നല്ല ഇത് പുള്ളിക്ക് കിട്ടുന്ന സംഭവമാണ്. ഒരു ടാക്സി ഡ്രൈവർ, സാധാരണക്കാരൻ, പിന്നെ പുള്ളി മുണ്ടെടുക്കുന്നത് മുണ്ട് മണത്തിടുന്നതൊക്കെ ഒരു സ്റ്റൈലാണ്. അപ്പോൾ അങ്ങനെ ഒരു പടം വന്നിട്ട് കുറേ നാളായി. അപ്പം ആൾക്കാർക്ക് അങ്ങ് അവരുടെ അടുത്തുള്ള ഒരാളായിട്ട് തോന്നി. ആ ഒരു തിരിച്ചുവരവായിരിക്കും ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. തിരിച്ചുവരവെന്ന് ഞാൻ പറയത്തില്ല, മോഹൻലാലിൻ്റെ ശക്തമായ മറ്റൊരു കഥാപാത്രം. അപ്പോൾ ഇവർക്ക് അങ്ങനെയാണ്, ഇവർക്ക് സൂപ്പർ സ്റ്റാർസിന് അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ. ഇവർ ഒരു 1, 2, 3, 4 പടങ്ങൾ മോശമായാലും കുഴപ്പമില്ല. ഒരു പടം ഹിറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹാങ് ഓവറിൽ അവരൊരു 3 വർഷം കൂടെ പോകും. ആ സമയത്തിനുള്ളിൽ വേറൊരു ഹിറ്റ് ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ പുതിയൊരു ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യമാണ് ഈ 100 crore ക്ലബ്. സാർ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇപ്പം ഇതൊന്ന് ലാലേട്ടൻ ഇപ്പം ഈ ഒരു മാസത്തിൽ അഭിനയിച്ചിട്ടുള്ള ഈ ഒരു വർഷത്തിൽ തുടക്കത്തിൽ അഭിനയിച്ച 2ാമത്തെ പടമാണ് ഒരു ക്രോർ ക്ലബ് എന്നുള്ള രീതിയിൽ കയറുന്നത്. ഈ ഒരു കോടി ക്ലബ്, അതിനെ പറ്റിയിട്ട് സാറിൻ്റെ അഭിപ്രായം എന്താണ്? അതിനെപ്പറ്റി എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. ഈ കോടികളെ കുറിച്ച് 100 കോടി കിട്ടി 500 കോടി കിട്ടി എന്നൊക്കെ പറയുന്നതിനകത്ത് ഏത് പടത്തിനെ കുറിച്ചും എനിക്ക് അറിഞ്ഞൂടാ. കാര്യം അതിൻ്റെ കണക്കുകൾ അതിൻ്റെ പ്രൊഡ്യൂസറിന് മാത്രം അറിയാം, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ അറിയാം. ഈ ഓരോരുത്തരും മീഡിയയിൽ ഇതില്ലേ. ഇപ്പം തന്നെ ഇപ്പം ഏതോരുണ്ടതിനകത്തുണ്ട് ചിത്രയ്ക്ക് 20 ലക്ഷം രൂപ, മറ്റേ പാടുന്നതാണ് 40 ലക്ഷം രൂപ. അങ്ങനെ ആരുമില്ല ഇന്ത്യയിൽ ഇത്രയും പൈസ വാങ്ങിക്കുന്നത്. എല്ലാവരും ചുമ്മാ ഇവർ എന്താ പറയുക, ഒരു ന്യൂസ് വാർത്ത ഉണ്ടാക്കി എന്തെങ്കിലും രീതിയിൽ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഇവരെന്ത് എഴുതുന്നുള്ളതാണ് സംഭവം. അങ്ങനെ വന്നാണ് സംഭവമല്ല, അല്ല അതിലൊന്നും സത്യമൊന്നുമില്ല സംഭവം. ഓക്കെ, ഇനി അടുത്ത സാറിൻ്റെ ഏറ്റവും വലിയൊരു വിശേഷം എന്ന് പറയുന്നത് 2007 സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിട്ടുള്ള ഛോട്ടാ മുംബൈ റിലീസ് ചെയ്യുകയാണ്. അതിനെ പറ്റിയിട്ടുള്ളത് അത് പറഞ്ഞപ്പോൾ തന്നെ സാറിൻ്റെ മുഖത്തൊരു സന്തോഷം. അതിൻ്റെ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പടത്തിൻ്റെ ഓരോ സമയത്ത് ഏത് പടത്തിൻ്റെ ഞാൻ പ്രൊഡ്യൂസ് എല്ലാ പടത്തിൻ്റെയും ഫുൾ ഡബ്ബിങ് അറ്റൻഡ് ചെയ്യും. അതിൻ്റെ റീറെക്കോർഡിങ്ങിന് കൂടെ എഡിറ്റിങ്ങിന് ഫുൾ ഇരിക്കും. എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡബ്ബിങ് തിയേറ്ററാണ്. അതിനകത്തിരുന്ന് മോഡുലേഷനും കാര്യങ്ങളൊക്കെ നോക്കി അപ്പോഴും ഞാൻ ഒരു 10-20 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ മോഹൻലാൽ ഫാൻസിലുള്ളവരും അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഛോട്ടാ മുംബൈയുടെ ഒരു സെക്കൻഡ് പാർട്ട് എടുത്തുകൂടെയെന്ന് ചോദിച്ചു. ഞാൻ സെക്കൻഡ് പാർട്ടിന് സ്കോപ്പില്ല, ഇതുവരെ നമ്മുടെ മനസ്സിൽ വന്നിട്ടില്ല, ആരെങ്കിലും അങ്ങനെ ഒരു സ്പാർക്കുമായിട്ട് വരികയും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പടം തന്നെ ഒന്ന് 2000 മോഹൻലാലിൻ്റെ 2-3 പടങ്ങൾ റിലീസ് ചെയ്തെല്ലാം സക്സസ് ആയിരുന്നു. ഇത് മോഹൻലാൽ ഏറ്റവും നല്ല കോമഡി സിനിമകളിൽ ഒന്നാണ്. മോഹൻലാലിൻ്റെ ഏറ്റവും നല്ല 3 കോമഡി പടം എടുക്കണമെങ്കിൽ ഒന്ന് ഇത് തന്നെയാണ്, നോ ഡൗട്ട്. അപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് ഇതിൻ്റെ നെഗറ്റീവ് ഡാമേജ് ആയിട്ടില്ല. 1, പ്രസാദ് ലാബിലെ എല്ലാ നെഗറ്റീവും പോയപ്പോൾ ഇത് സേഫാണ്. 2, ഇതിൻ്റെ സൗണ്ടൊക്കെ അന്ന് ഇത് തമിഴോ തെലുങ്കോ ഡബ്ബിങ്ങോ ഒന്നും ഞാൻ അന്നേ ഹാർഡ് ഡിസ്കിലാക്കി വെച്ചിരുന്നു. അത് വളരെ ഗുണം ചെയ്തു. പിന്നെ അന്ന് അനന്തപുരം ബ്യൂട്ടിഫുള്ളാണ് പടം നിങ്ങൾ പറയുമെങ്കിലും അതിന് DA ചെയ്തിട്ടില്ല, സന്തോഷിൻ്റെ ഫോട്ടോഗ്രാഫി. അതുപോലെ ഈ ഛോട്ടാ മുംബൈ എന്നുള്ള പടത്തിന് DA ഇല്ല, അന്ന് DA ഇല്ല. പിന്നെ ഈ പറഞ്ഞ ഒരു ഡോൾബി ഇല്ല, അറ്റ്മോസ് ഇല്ല, എല്ലാം അങ്ങനെ വന്നിട്ട് സംഭവം. അപ്പോൾ ഈ പടം ഇപ്പോൾ നമ്മൾ ഡോൾബിയിലാണ് നടക്കുന്നത്, ഡോൾബി 4K റെസൊല്യൂഷൻ. അപ്പോൾ ഭയങ്കര ക്വാളിറ്റി ആയിരിക്കും, നല്ല അന്ന് കണ്ട കാര്യമല്ലേ. ഇപ്പം മുട്ടായി പോലെ ഇരിക്കും സംഭവം. അപ്പോൾ ലാൽ ഫാൻസൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഈ പടം എത്ര പ്രാവശ്യം കണ്ടാലും ബോറടിക്കുന്നേരം. പിന്നെ ഈ നേരമ്പലത്തിൻ്റെ തിരക്കഥ എങ്ങനെയാണ് ചിരിപ്പിച്ച് അങ്ങനെ പോകും. 30ഓളം ആർട്ടിസ്റ്റുകളുണ്ട് അതിനകത്ത്. അന്ന് സുരാജ് അഞ്ഞാറോടൊക്കെ 2 സീനൊക്കെ ഉള്ള സംഭവം. അപ്പം ആ പടത്തിൽ അഭിനയിച്ചിന് കലാഭവമണിക്ക് ബെസ്റ്റ് വില്ലൻ ആക്ടർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിലെല്ലാം 5-6 പേര് ഇപ്പം ജീവിച്ചിട്ടില്ല. എന്നാലും ആ പടം എല്ലാം റെഡിയായി 21-ാം തീയതി റിലീസ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഈ ഒരു പടത്തിൽ ഓരോ ക്യാരക്ടർ വൈസ് ഓരോ ആൾക്കാർക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പം കലാഭവമണി സാർ ചെയ്തതാണെങ്കിലും ഇപ്പോൾ ലാലേട്ടൻ്റെ ക്യാരക്ടർ ആണെങ്കിലും അച്ഛൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഓരോ പേര് വൈസ് എല്ലാവരും ആൾക്കാർ ഓർമ്മിക്കണമെന്നുണ്ടെങ്കിൽ ആ പടം അത്രയും ആൾക്കാരിലേക്ക് ഇമ്പാക്ട്. പിന്നെ മാത്രമല്ല അതങ്ങനെ OTT-യിലൊന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം അത് വരുന്നുള്ളൂ. പിന്നെ അതിലൊരു സീൻ ഭയങ്കര രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ജഗതി സാറും അതേപോലെ ജഗതി ശ്രീകുമാർ സാറും രാജൻ പി ദേവ് സാറുമായിട്ടുള്ള ഒരു കോമഡി സീനിൽ ലാലേട്ടൻ ബാക്കിൽ നിന്നിട്ട് ചിരിക്കുന്ന ഒരു സീനുണ്ട്. അത് അറിയാതെ, അതായത് ലാലേട്ടൻ നാച്ചുറലി ചിരിക്കുന്നതായിട്ടാണ് ഒരു ഇന്റർവ്യൂവിൽ എന്തോ വേറെ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സാറിന് അത് ഓർമ്മയുണ്ട്? സാറ് സെറ്റിലെപ്പോഴും ഉള്ള ഒരാളാണെന്ന് പറയുന്നു. ഞാൻ പറയാം, അതായത് ഈ ആരാടാ എൻ്റെ തലയിൽ വെള്ളം ഒഴിച്ചേന്ന് ചോദിക്കത്തില്ലേ രാജൻ പി ദേവ് സാറ്, അപ്പോൾ ലാലേട്ടൻ ബാക്കിൽ നിന്നിട്ട് ചിരിക്കുന്നുണ്ട്. അത് ആ സീനൊക്കെ എങ്ങനെയായിരുന്നു സാർ? അതൊക്കെ ഞാൻ പറയാം, മോഹൻലാൽ എന്താണ് ചെയ്യാൻ പോണെന്ന് മോഹൻലാലിനും അറിയത്തില്ല, ഡയറക്ടർ അറിയത്തില്ല. പുള്ളിക്ക് ഒരു അത്ഭുതങ്ങളിലൊന്നാണ്, ഒരു 4 പേജ് ഡയലോഗ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനെ ജസ്റ്റ് ഒരു പ്രാവശ്യം വായിക്കും.
ഞാനൊക്കെ ആണെങ്കിൽ ഇത് അത്ര 5 പേജ് ഡയലോഗ് വന്നാൽ അഡ്വാൻസ് തിരിച്ചെടുത്തിട്ട് വീട്ടിൽ പോകും. അല്ലെങ്കിൽ ഇതിങ്ങനെ കാണാതെ പഠിക്കാൻ ദിവസങ്ങളോട് എടുക്കും. മല അതൊക്കെ ഞാൻ 4 ദിവസമൊക്കെ പഠിക്കേണ്ടി വന്നു. കാര്യം കട്ട് പറയാതെ എടുക്കേണ്ട സീനാണ്. മോഹൻലാലിന് മാത്രമുള്ള ഒരു അത്ഭുത സിദ്ധിയാണ് ഈ 5 പേജ് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ റെഡി എടുക്കാം, പ്രോംപ്റ്റ് ചെയ്യണം വേണ്ട. അപ്പം അത് ഒറ്റ ഷെയ്റ്റിൽ ഓക്കെയാണ്. അത് കഴിഞ്ഞ് ഡബ്ബിങ് തിയേറ്ററിൽ നമ്മൾ മോഹൻലാൽ എടുക്കാൻ പോണ ഈ സീൻ കണ്ടു, ഡബ് ചെയ്തു. ഓക്കെ, ഞാൻ പിന്നെ പിക്ചറില്ലാതെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. പിക്ചറൊക്കെ പുള്ളി കാണാതെ തിരിഞ്ഞിരുന്നിട്ട് ഫുൾ ഡയലോഗ് പറയും. അതൊരു എന്താ പറയുക സെൻസാണ്, ഒരു ഡയലോഗ് മെമ്മറി ചെയ്യുന്നത്. ഇപ്പോഴത്തെ കൃഷി ചേട്ടനുണ്ട്, കുറേ പേർക്കുണ്ട്, കുറേ പേർക്കില്ല. ഇന്നസെൻ്റൊക്കെ നിൽക്കത്തില്ല മനസ്സിൽ ഡയലോഗ്, ലെങ്തി ഡയലോഗ്, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഞാൻ ഉൾപ്പെടെ ഞാനും പറയും ലെങ്തി ഡയലോഗ് പറഞ്ഞ് കാണാതെ പഠിക്കണം. ഈ ഒരു പ്രാവശ്യം കൊണ്ട് ഡയലോഗ് പഠിക്കുന്നതിൽ മറ്റൊരാളാണ് പൃഥ്വിരാജ് പഠിക്കും. ലെങ്തി ഡയലോഗ് കൊടുത്ത് പഠിക്കും. സിദ്ദിഖ് അത് ഒരു പ്രത്യേക നാക്കാണ് സംഭവം. ഓക്കെ, ഈ ഒരു ഛോട്ടാ മുംബൈയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതും വലുതുമായിട്ട് ചെയ്തിട്ടുള്ള ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്. അവരിൽ സാർ നേരത്തെ പറഞ്ഞ പോലെ പലരും ഇന്നില്ല. കൊച്ചിൻ ഹനീഫ സാറില്ല, അതിൽ വില്ലൻ റോൾ ചെയ്തിട്ടുണ്ടായിരുന്ന സന്തോഷ് ജോഗി, പിന്നെ ശരണ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ, അങ്ങനെ എനിക്കൊന്നും ഒത്തിരി ആൾക്കാരുണ്ട്. ആ ഒരു വിടവ് രാജൻ പി ദേവ് സാറ്, പിന്നെ പിന്നെ കൊച്ചിൻ ആർട്ട് ഡയറക്ടർ സുനിലുണ്ട്. പുള്ളിയാണ് എൻ്റെ അനന്തഭദ്രത്തിൻ്റെ ആർട്ട് ഡയറക്ടർ ഛോട്ടാ മുംബൈ. അയാൾ മരിച്ചുപോയി. ഓക്കെ, ഈ വിടവുകളെല്ലാം ഉറപ്പായിട്ട് അതൊരു ഗ്യാപ്പ് തന്നെയാണ്. അത് സാർ എങ്ങനെയാണ് ആ ഒരു കാര്യം? എന്തോ ഛോട്ടാ മുംബൈ റിലീസ് ചെയ്യുമ്പോൾ ഈ ക്യാരക്ടേഴ്സ് ഒന്നും ഇന്ന് നിലവിലില്ല. അപ്പോൾ ആ ഒരു വിഷമം സാർ എങ്ങനെയാണ്? വിഷമമുണ്ട് സംഭവം. സ്വല്പം തെറ്റിയിരുന്നെങ്കിൽ എൻ്റെയും കൂടെ ഫോട്ടോ വന്നേ അന്ന് കുഴപ്പമായിരുന്നെങ്കിൽ. അന്ന് അതൊക്കെ ദൈവത്തിൻ്റെ ഇരിക്കുന്ന സംഭവങ്ങൾ. പക്ഷെ അവരൊക്കെ ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിലീസിൻ്റെ കാലമാണ്. ഒത്തിരി പടങ്ങൾ ഇപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിൽ ദേവദൂതൻ വളരെയധികം വിജയം, മണിച്ചിത്രത്താഴിനുണ്ടായിരുന്നു, സ്ഫടികത്തിനുണ്ടായിരുന്നു. സോ ആ ഒരു ഇത് തന്നെയാണോ, അതോ ആൾക്കാരിലേക്ക് എന്തായാലും ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു മൂവിയാണെന്ന്? അതിനേക്കാളൊക്കെ ബഞ്ച് ഓഫ് കോമഡീസ്, ഹ്യൂമറുള്ള പടമാണ് ഛോട്ടാ മുംബൈ. പിന്നെ 5 പാട്ടുകളുണ്ട്, പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റാണ്. ഇപ്പോഴും വാസ്കോ ഡ ഗാമ വെൻറ്റു ദ ഡ്രാമ, ആ പാട്ട് ന്യൂ ഇയറിന് പാടാത്ത സ്ഥലങ്ങളില്ല. അതിൻ്റെ യൂട്യൂബിലൊക്കെ ഇട്ടവർക്കൊക്കെ 1 കോടിയിൽ കൂടുതൽ ഓരോരുത്തർക്കും വ്യൂവേഴ്സ് വന്നിട്ടുണ്ട്. സാർ ഇത്രയും വർഷമായി സിനിമാ മേഖലയിൽ നിൽക്കുന്നുണ്ട്, ഇതുവരെ എന്തുകൊണ്ടാണ് ഡയറക്ഷനെ പറ്റി ചിന്തിക്കാറ്? വിചാരിച്ചും തന്നെയാണ് നിങ്ങൾ ചോദിക്കുന്നത്. സാർ ഇത്രയും നാളായിട്ട് സിനിമയിൽ നിൽക്കുന്നുണ്ട്, എന്തുകൊണ്ട് കുറച്ച് സമയം ഇരുന്നുകൂടാന്ന് പറഞ്ഞല്ലോ. ഞാൻ ചുമ്മാ പറഞ്ഞാണ്. എന്താ ചോദിച്ചത്? അതായത് സിനിമയിൽ നിൽക്കുന്നു, ഇത്രയും വർഷമായിട്ടുണ്ട്, പക്ഷെ ഇതുവരെയും സാർ ഡയറക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അയ്യോ, അതൊക്കെ ബുദ്ധിയുള്ളവർക്കുള്ള പരിപാടിയല്ലേ. ഞാനൊരു ഓർഗനൈസറാണ്. നന്നായിട്ട് ഒരു നല്ല സബ്ജക്റ്റ് എടുക്കുക, ഒരു ഡയറക്ടറെ ഏൽപ്പിക്കുക, എനിക്ക് സജഷൻ പറയാനുള്ള ഡയറക്ടർ ആയിരിക്കും. ക്യാമറ അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നത് ഞാൻ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ക്യാമറ കുറച്ചുകൂടെ ഒന്ന് മോളിപ്പോട്ടെ, അതൊന്നും പറയില്ല. ഡയറക്ടറായിട്ടുള്ള സ്ക്രിപ്റ്റ് ഡിസ്കഷനിൽ കാര്യം പറയും. അഭിനയിക്കുമ്പോൾ ആരെങ്കിലും കുഴപ്പം ചെന്നെന്ന് ചെവി പറയും, അത് സംഭവം കുറച്ചും നന്നായിരിക്കും എന്ന് രഹസ്യമായിട്ട് പറയുന്നതല്ലാതെ എൻ്റെ മനസ്സിലുണ്ട്. ഇതിനകത്ത് സീൻ എടുത്തുകൊണ്ട് വന്നാലും ഞാൻ എഡിറ്റിങ്ങിന് മസ്റ്റായിട്ടിരിക്കും. അപ്പോൾ അവർ എഴുതിയത് അവർ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അവർക്കെല്ലാം ഓക്കെ ആയിരിക്കും. അവരോട് ഞാൻ പറയും, ഇത് ഞാൻ അഭിനയിച്ച സീനൊക്കെ തന്നെ, പക്ഷേ ഇത് കട്ട് ചെയ്യണം, ലാഗാണ്. ഈ സീനിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഈ സീൻ വരുന്നത് ലാഗാണ്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്, ഞാൻ അഭിനയിച്ചാണ് കഷ്ടപ്പെട്ടത്. പക്ഷേ അത് കട്ട് ചെയ്യണം. നമുക്ക് ഈ പടത്തിന് ലെങ്ത് കുറവാണെങ്കിൽ ആദ്യം പോകേണ്ട സീനിൽ ഒന്ന് എൻ്റെ സീനാണ്, അത് വെട്ടിമാറ്റും. അല്ല, അവിടെ നമ്മൾ സ്വാർത്ഥ കാണിക്കാൻ പാടില്ല. ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറുന്ന ഒരു ഓഡിയൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂലാണ് നമ്മൾ നിൽക്കാനുള്ള സീൻ. പിന്നെ ആ സബ്ജക്റ്റിൻ്റെ ഒരു ഒഴുക്കും, അതിനകത്തൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. സാറും ടി.കെ. രാജീവ് കുമാർ സാറുമായിട്ടുള്ള ഒരു സൗഹൃദം എന്ന് പറയുന്നത് സാർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതെങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു സൗഹൃദത്തെ പറ്റി പറയാമോ? ടി.കെ. രാജീവ് കുമാർ എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, ഞാൻ അദ്ദേഹത്തിന് വെച്ചിട്ട് ഒരു പടം പ്ലാൻ ചെയ്തു, കണ്ണെഴുതി പൊട്ടുന്നിട്ട്. നമുക്കൊരു 25 ദിവസം കൊണ്ട് തീർക്കുന്ന ഒരു പടം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മഞ്ജു വാര്യർ. അപ്പോൾ അതിന് മഞ്ജു വാര്യർ അന്ന് കത്തി നിൽക്കുന്ന സമയമല്ല, അപ്പോൾ അതിനൊരു ഹീറോ ആണ്. മലയാളത്തിൽ അതിന് പറ്റിയ ഒന്നൊരു പാങ്ങുള്ള ഹീറോ, അതാണ് തമിഴിൽ നിന്ന് അബ്ബാസിനെ കൊണ്ടുവന്ന. അബ്ബാസ് തമിഴിലെ ഹീറോ ആയിരുന്നു. മഞ്ജു വാര്യർ ആ പടത്തിന് നാഷണൽ അവാർഡാണ് ഭദ്ര എന്നുള്ള വേഷം ചെയ്തത്. അപ്പോൾ ആ പടം കഴിഞ്ഞ് പാക്കപ്പ് ചെയ്യേണ്ട പിറ്റേന്ന് അവർ പോയി കല്യാണം കഴിച്ചു. അപ്പോൾ കല്യാണത്തിന് മുമ്പ് കല്യാണം കഴിക്കുന്ന ആളുടെ അവർ പറഞ്ഞിരുന്നു, അങ്ങനെ രാജചേട്ടൻ്റെ ഈ ഡേറ്റ് ഞാൻ പോകത്തില്ല, എനിക്കും ഇഷ്ടപ്പെട്ട കഥാപാത്രം രാജചേട്ടൻ ഭയങ്കര അപ്സെറ്റ് ആവുന്ന ആളാണ്, അതുകൊണ്ട് ആ പടം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരത് കഴിഞ്ഞ് പടം കഴിഞ്ഞിട്ടാണ് ആ ആളിനെ പോയി കല്യാണം കഴിക്കുന്നത്. പിന്നെ ഡബ്ബിങ്ങിന് വരുമ്പോഴത്തേക്ക് 2 കുറിയൊക്കെ ഉണ്ടായിരുന്നു, എന്നിട്ടാണ് ഒന്ന് ഡബ് ചെയ്തത്. ഇപ്പോഴും നല്ല സുഹൃത്ത് ബന്ധമാണ് മഞ്ജുവായിട്ട്. പുതിയ പ്രോജക്റ്റ് എന്താണ് സാർ ഇനി ചെയ്യാൻ പോകുന്നത്? പുതിയ പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നത് കൃഷാന്ത് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു മോഹൻലാൽ പടമാണ്. എൻ്റെ സബ്ജക്റ്റിൻ്റെ 1ാം റൗണ്ട് ഡിസ്കഷനൊക്കെ കഴിഞ്ഞു.
കാര്യം ഇപ്പോഴത്തെ ഒരു സിനിമ കാണുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ 18 വയസ്സ് തൊട്ട് 45 വയസ്സുള്ളവർക്ക് മുൻതൂക്കം കൂടെയാണ്. അവർക്ക് ഈ കൃഷാന്തിന് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഇപ്പം മോഹൻലാൽ തന്നെ പുതിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വന്നില്ല. അപ്പം പുതിയ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും നമ്മൾ ഇപ്പം പല കാര്യങ്ങളും മക്കൾ പറയുന്നത് കേൾക്കേണ്ടിയിരിക്കും. പേടിച്ചിട്ടല്ല, അവരെ ചിന്തയാണ് കറക്റ്റ്. അവർ അത്രത്തോളം അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ കുറച്ച് പഴഞ്ചനാണ്, പഴയ ആളായിട്ട് മാറ്റിയിടും. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് പിള്ളേർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ചില സിനിമകളെ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പം ഈ പറഞ്ഞ മാതിരി കൃഷാന്തിന് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പോൾ കൃഷാന്തിൻ്റെ ഒരു പടം നടക്കുന്നുണ്ട്, മസ്തിഷ്ക മരണം, സൈമൺസ് മെമ്മറി എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ മനസ്സ് 2040 പോകണം. അത് നിരഞ്ജാണ് ഹീറോ. അതിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ എറണാകുളത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിരഞ്ജൻ്റെ പുതിയ പടമാണത്? അത് നിരഞ്ജൻ്റെ പടം. അത് പ്രൊഡ്യൂസർ ഇങ്ങനെ അജിത് വിനായകനാണ്, വലിയ പടം എടുക്കുന്ന പ്രൊഡ്യൂസറുണ്ട്. അത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അത് ഉണ്ട്. പിന്നെ ഇയാളുടെ തന്നെ കൃഷാന്തിൻ്റെ തന്നെ ഒരു വെബ് സീരീസ് ഉണ്ട്, അത് അടുത്ത മാസം റിലീസാണ്. അതും നിരഞ്ജന മെയിൻ. അങ്ങനെ അയാളുടെ വഴി നടക്കുന്നു. ഒത്തിരി ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും നിങ്ങളുടെ ഒരു സൗഹൃദം എന്ന് പറയുന്നത്. സാറിൻ്റെ, പ്രിയദർശൻ സാറിൻ്റെ, ലാലേട്ടൻ്റെ ഒക്കെ ഒരു സൗഹൃദം എന്ന് പറയുന്നത് നിങ്ങൾ വളരെ കുഞ്ഞിലേ മുതലുള്ള ഒരു പരിചയമാണ്. അപ്പോൾ ആ ഒരു പരിചയം ഒന്നും കൂടെ നമുക്ക് വേണ്ടിയിട്ടൊന്ന് പറയാമോ? എങ്ങനെയാണ് ആ സൗഹൃദം തുടങ്ങുന്നതും? അങ്ങനല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഈ ഓൾഡ് ബോയ്സ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ സീനിയറായ ജഗതി ശിവകുമാറിൻ്റെ ഒക്കെ നാടകം കണ്ടിട്ട് ഞാൻ അന്തം വിട്ടു. ആൾക്കാർ ചിരിക്കുകയും കയ്യടിയും ഭയങ്കര പോലെ. എനിക്കും അങ്ങ് ചിരി, എനിക്കിതുപോലെ ആവണം, ഒരു ആക്ടർ ആവണമെന്ന് വെച്ചിട്ടാണ് ഞാൻ നാടകങ്ങളിൽ അഭിനയിച്ചത്. എനിക്ക് നാടകത്തിന് കണ്ടിന്യൂസ് 2-3 കൊല്ലം ബെസ്റ്റ് ആക്ടറായിരുന്നു. ഞാൻ മോഡൽ സ്കൂൾ ആർട്സ് ക്ലബ് സെക്രട്ടറിയാണ്. അങ്ങനെ മോഹൻലാൽ വന്ന് കണ്ടു. മോഹൻലാൽ ഒരു 6-7 പേര് വന്ന് കണ്ടിട്ട് ചേട്ടാ ഒരു നാടകം അഭിനയിക്കണം. ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരാൻ. അങ്ങനെയാണ് ജനയുഗത്തിൽ അന്ന് സീരിയലൈസ് വന്ന കമ്പ്യൂട്ടർ ബോയ് എന്നുള്ള നാടകം. എൻ്റെ വീട്ടിൽ വെച്ചാണ് റിഹേഴ്സൽ. ഞാൻ തന്നെയാണ് മേക്കപ്പ് ഇട്ടത്. ആ നാടകത്തിന് അന്ന് മോഹൻലാൽ 6ാം ക്ലാസ്സാണ്. സാധാരണ 10th പഠിക്കുന്നവർക്കൊരു പ്രിഫറൻസ് ഉണ്ട് യൂത്ത് ഫെസ്റ്റിവലിൽ, ഔട്ട് ഗോയിങ് സ്റ്റുഡൻസ് അല്ലേ. പക്ഷേ ഈ നാടകത്തിന് ഫസ്റ്റ് പ്രൈസും കിട്ടി, മോഹൻലാലിന് ബെസ്റ്റ് ആക്ടറും കിട്ടി. അപ്പം മോഹൻലാൽ എപ്പോഴും പറയാം എൻ്റെ കൈയുടെ പുണ്യമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്ന് പറയും. നമ്മൾ അത് ചുമ്മാതാണ്. മോഹൻലാൽ അതിനുവേണ്ടി വിധിക്കപ്പെട്ടത് മോഹൻലാലിൻ്റെ ദൈവം തന്ന സംഭവമാണ്. അല്ല ഞാൻ അതിനകത്ത് ഒരു കണികയായെന്നേ ഉള്ളൂ. എൻ്റെ കൈയുടെ പുണ്യമാണ് അതാണെങ്കിൽ ബാക്കി 7 പേര് എന്തുകൊണ്ട് റേഡിയോ നടത്തി പോലും അഭിനയിച്ചില്ല. അത് മോഹൻലാൽ മാത്രമുള്ള സംഭവം. ഞാൻ പറയും മോഹൻലാൽ അതുപോലെ മമ്മൂട്ടി അവരൊക്കെ ഇരിക്കുമ്പോൾ അവരുടെ തലയുടെ പിറകിലൊരു ഹാലോ ഉണ്ട്. അവർക്ക് എന്തോ ഒരു ഇതുണ്ട്, ഒരു ദൈവത്വം ഉണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ എല്ലാവരും ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും നന്നായിട്ട് വരുന്നതും എല്ലാം. അപ്പോൾ തുടരും പോലെ ഇനിയും ഒത്തിരി സിനിമകളുടെ നല്ല സിനിമകളുടെ ഭാഗമാകാൻ സാറിന് ഇനിയും പറ്റട്ടെ. ഛോട്ടാ മുംബൈയുടെ റിലീസ് വലിയൊരു വിജയമായിട്ട് മാറട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആകും ഉറപ്പായിട്ടും. താങ്ക് യു.